നമസ്കാരം. ടി.എൻ. ശേഷൻ എന്ന ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ വന്നപ്പോഴാണ് സത്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ സാധാരണക്കാരൻ ആ പദവിക്ക് ഇത്രയധികം ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയത്. അതുപോലെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന 72കാരനായ കേരള ഗവർണർ. സർക്കാർ കൊണ്ടു ചെല്ലുന്ന സർവത്ര പേപ്പറിലും കണ്ണടച്ചൊപ്പുവയ്ക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് പദവിയാണ് ഗവർണർ എന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെ വരവോടെ അങ്ങ് മാറിക്കിട്ടി. ഇപ്പോൾ അതെ, ഫോൺ ചോർത്തൽ ക്രിമിനൽ ബന്ധം വിഷയത്തിൽ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ടുള്ള തൻ്റെ കത്തിന് എത്രയും പെട്ടെന്ന് മറുപടി നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. സംഭവം പിടികിട്ടിയ നമ്മുടെ PV അൻവർ MLA-യും IPS-കാരനായ വലിയ പോലീസ് ഓഫീസറും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ ക്ലിപ്പുകൾ MLA സാർ തന്നെ പുറത്തു വിട്ടിരുന്നു. ഇതൊക്കെ എങ്ങനെ ചോർത്തി സർക്കാരിന് പുറത്തുള്ള, എന്നാൽ സർക്കാരിൽ വൻ സ്വാധീനമുള്ളവരാണ് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നത് എന്നാണ് ഗവർണർ അദ്ദേഹത്തിൻ്റെ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് തന്നെ ഈ വലിയ ഏമാന്മാർക്ക് കൊടും ക്രിമിനലുകളുമായുള്ള അവിഹിത ബന്ധം വളരെ വ്യക്തമാണ്. ചില വ്യക്തികൾ അനധികൃതമായും നിയമവിരുദ്ധമായും സർക്കാരിൻ്റെ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ നിഷേധിക്കലാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കത്തിലെ സർവത്ര ചോദ്യങ്ങൾക്കും മര്യാദയ്ക്ക് വേഗം മറുപടി തരാനാണ് മുഖ്യമന്ത്രിയോട് ഗവർണറുടെ കൽപ്പന. അത് പൊളിച്ചു സെറ്റ്.